നമസ്കാരം. നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന പേഷ്യൻസിന് ചിലപ്പോഴെങ്കിലും നമുക്ക് അവരുടെ ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് അടപ്പിക്കുന്നതിന് ആക്ച്വലി നമ്മുടെ PREs അല്ലെ PROമാർ വാർഡ് ക്ലർക്കുമാരൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ചില ഹോസ്പിറ്റലുകളിൽ ഇത് നേഴ്സിനെ ഇൻഫോം ചെയ്യും, അവരെ കൊണ്ട് ഇത്ര രൂപ അഡ്വാൻസ് ഇൻ ബിറ്റ്വീൻ ലോങ് ടൈമൊക്കെ സ്റ്റേ ചെയ്യേണ്ടി വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഇൻ ബിറ്റ്വീൻ അഡ്വാൻസ് മേടിക്കും. അപ്പം നമ്മുടെ ഈ ഒരു മെനു ഐക്കണിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് ആ മെനുവിൽ വരുന്ന കുറേയധികം ഐക്കൺസ് ഉണ്ട്. അവിടെ അതിൽ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ഒരു ഐക്കണാണ് അഡ്വാൻസ് പേ എന്ന് പറഞ്ഞത്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര രൂപയാണ് റിക്വസ്റ്റ് അവിടെ ഇട്ട് വയ്ക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും പേഷ്യൻ്റ് എൻ്റെ അടുത്ത് നമ്മൾ അഡ്വാൻസ് പേ അടയ്ക്കാൻ പറഞ്ഞാൽ കൗണ്ടറിൽ എത്രയാണ് അടയ്ക്കേണ്ടതെന്ന് അവിടെ പ്രപ്പോസ്ഡ് എമൗണ്ട് ആയിട്ട് കിടക്കും. ഈവൻ പേഷ്യൻ്റ് അവരുടെ പേഷ്യൻ്റ് ആപ്പിൽ കൂടെ പേ ചെയ്യാനാണെങ്കിലും ഒക്കെ അവർക്ക് ആ എമൗണ്ട് അറിയാനായിട്ട് അതൊരു എളുപ്പമാർഗ്ഗമാണ്. അപ്പോൾ ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് റിക്വസ്റ്റ് അവിടെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളൊരു പേഷ്യൻറ്റിനെ ഡോക്ടർക്കുള്ള ഡിസ്ചാർജ് പ്രപ്പോസൽ അവിടെ ഉണ്ട്, റെക്കമെൻഡേഷൻ ഉണ്ട്. ഡോക്ടറുടെ ഡിസ്ചാർജ് റെക്കമെൻഡേഷൻ അവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ നേഴ്സസിന് സ്വാഭാവികമായിട്ടും അത് അലർട്ട് ആവുന്നുണ്ടാവും. ഈ BSAയിൽ തന്നെ അതിൻ്റെ ഒരു ലിസ്റ്റും അവൈലബിൾ ആയിട്ടുണ്ടാവും, ഡെസ്ക്ടോപ്പിലും അത് അവൈലബിൾ ആയി എത്തുന്നുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നേഴ്സസിൻ്റെ ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ് വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ചില ഹോസ്പിറ്റലുകൾ അതുണ്ടാവില്ല, പക്ഷേ ഏറ്റവും നല്ലത് നമുക്ക് അത്തരത്തിലൊരു ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റൊക്കെ പോപ്പുലേറ്റ് ചെയ്ത് ഗ്രേപ്സിലുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഒരാളുടെ ഡിസ്ചാർജ് ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നേഴ്സസ് ഏതൊക്കെ കാര്യങ്ങൾ വെരിഫൈ ചെയ്യണമെന്ന് ചെക്ക് ലിസ്റ്റിൽ നമുക്ക് പോപ്പുലേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് ആ ചെക്ക് ലിസ്റ്റ് ഓരോന്നും വെരിഫൈ ചെയ്തിട്ടാണ് ഫൈനലൈസ് ചെയ്യേണ്ടത് ഡിസ്ചാർജ്. ഓക്കെ, ദെൻ ഫൈനലൈസ് ചെയ്യുന്ന ഡിസ്ചാർജ് അതിൻ്റെ തൊട്ട് താഴെ തന്നെ അടുത്ത ഐക്കണായിട്ടുണ്ട് നേഴ്സസ് ഡിസ്ചാർജ് പ്രപ്പോസൽ. അത് കഴിയുമ്പോഴാണ് ബില്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് എവറിത്തിങ് ഫില്ലായി അവിടെ കിട്ടുന്നുണ്ടാവും. അവരുടെ പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം, അവർക്ക് ബില്ല് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാം. അപ്പോൾ നമുക്ക് ആ നഴ്സിംഗ് സ്റ്റേഷനിലെ ജോബുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന കൃത്യമായിട്ട് അവിടെ മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടാവും.